നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. സ്കൂൾ കുട്ടികൾ തുടങ്ങിയ നെൽകൃഷി 8 വർഷമായി മുടക്കമില്ലാതെ തുടരുന്ന ഒരു അധ്യാപകനുണ്ട് കൊണ്ടോട്ടിയിൽ. ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സുധീരൻ ചീരക്കൊട. അവധി ദിനങ്ങളിൽ മുഴുവൻ സമയവും പാടത്ത് കൃഷി പരിപാലനത്തിലാണ് സുധീരൻ. കളപറച്ചും വളപ്രയോഗം നടത്തിയും കീടങ്ങൾ വരാതിരിക്കാനുള്ള മരുന്ന് പ്രയോഗം നടത്തിയും ജലസേചനം നടത്തിയും അങ്ങനെ എല്ലാം. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് അത് പുതിയ തലമുറക്ക് അതിൻ്റെ ഗുണം ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയ ഒരാശയമാണ് കുട്ടികളിലേക്ക് ഇത് എത്തിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ ഭാഗ്യവശാൽ 2016 മേലങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് അവിടെ NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ യൂണിറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പൊതുവെ ഒരു വിമുഖതയാണ് ഇത്തരം പൊതുപ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഉണ്ടാവാറ്. അപ്പോൾ ഞാനത് ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, പുതിയൊരു യൂണിറ്റ്, ഒരു സെൽഫ് ഫിനാൻസിങ് യൂണിറ്റ് NSSൻ്റെത് മേലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന വർഷം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി എന്ന ഒരു സബ് ടോപ്പിക്കാണ്. ഉമ നെൽവിത്താണ് കൃഷി ചെയ്യുന്നത്. 2016 കുട്ടികൾക്കൊപ്പം തുടങ്ങി വെച്ചു. 2019 BRCയിലേക്ക് മാറി. എങ്കിലും സുധീരൻ അതേ സ്ഥലത്ത് കൃഷി തുടരുകയാണ്. കൊണ്ടോട്ടി തുറയ്ക്കൽ സ്വദേശിയാണ് സുധീരൻ. 2016 മേലങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായി ചുമതലയേറ്റതു മുതൽ തുടങ്ങിയതാണ് കുട്ടികൾക്കൊപ്പമുള്ള കൃഷി. തുടർച്ചയായി 3 വർഷം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിലെ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്തു. നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. കൃഷിഭവന്റെയും കർഷകനായ P. അബൂബക്കർ കുട്ടിയുടെയും സഹായത്തോടുകൂടി 2 ഏക്കർ സ്ഥലത്ത് ഡോക്ടർ സുധീരൻ ചീരക്കൊടയുടെ നേതൃത്വത്തിൽ കൃഷി നടത്തിവരുന്നു. അതിലെ ഉൽപ്പന്നങ്ങൾ കൊണ്ടോട്ടി അവിൽ എന്ന പേരിലും ഇതര അരി ഉൽപ്പന്നങ്ങളായും NSS വോളണ്ടിയർമാർ വിപണിയിലെത്തിച്ചിരുന്നു. അതിനെ വളരെ എല്ലാവരും ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ P. അബുക്കരട്ടിക്കുണ്ട്. കൊണ്ടോട്ടിയിലെ വലിയൊരു ജൈവ കർഷകനാണ്. പുള്ളിയാണ് ഒന്നും പറയാതെ അതിൻ്റെ ചിലവൊക്കെ വഹിച്ചിട്ടുള്ളത്. അതിൻ്റെ കന്നുപൂട്ടലും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചിലവ് അദ്ദേഹമാണ് വഹിച്ചിട്ടുള്ളത്. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ആദ്യം തന്നെ ഇത് എങ്ങനെ ഈ നെല്ല് വിത്ത് നമ്മൾ കൃത്യമായിട്ട് ആദ്യം നനച്ച ശേഷം പിന്നെ അതെങ്ങനെയാണ് വിത്ത് മുളയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു തണലത്ത് വെക്കുന്നത്, അങ്ങനെ മുളച്ച ശേഷം അത് പാവുന്ന രീതി, പ്രത്യേകിച്ച് ബഡ്സ് ഉണ്ടാക്കിയിട്ടാണ് ഇത് സാധാരണ ഈ വിത്ത് പാവാറ്. 2019 NSS പ്രോഗ്രാം ഓഫീസർ ചാർജ് ഒഴിഞ്ഞ ശേഷവും 2 ഏക്കർ കൃഷിയിടത്തിൽ ഡോക്ടർ സുധീരൻ ചീരക്കൊട തന്റെ നെൽകൃഷി പരിപാലനം മുടക്കമില്ലാതെ തുടരുകയാണ്. 2019 മുതൽ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്ററായി BRCയിൽ ജോലി ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാലയങ്ങൾ അടച്ചിട്ട സമയത്ത് നൂതന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് 2021-22 ദേശീയ അധ്യാപക അഡ്മിനിസ്ട്രേറ്റീവ് അവാർഡിന് ഡോക്ടർ സുധീരൻ ചീരക്കൊട അർഹനായി. കൊണ്ടോട്ടി കൃഷിഭവൻ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമൊക്കെ നൽകിയത്. അവിടെ അന്നത്തെ കൃഷി ഓഫീസറായിരുന്ന ബീന നായർ അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ട് മാഷെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെൽകൃഷി അവർക്ക് അതിൻ്റെ പരിപാലനം പഠിപ്പിച്ചു കൊടുത്തുകൂടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആശയം ഞാൻ ശിരസ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് തന്നെ നമ്മുടെ 50 വളണ്ടിയേഴ്സിനെയും ഇതിൻ്റെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ വിത്തിൽ നിന്ന് തുടങ്ങി. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വിത്ത് കിട്ടിയാൽ അതെങ്ങനെ വിളവാക്കി മാറ്റണമെന്ന എല്ലാ ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ നേരെ പിറകിലുള്ള 2 ഏക്കർ ഭൂമിയാണ് നമ്മൾ അതിന് ഏറ്റെടുത്തത്. നിലവിൽ പുല്ലാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഡോക്ടർ സുധീരൻ. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്നും ഡോക്ടർ സുധീരൻ പറയുന്നു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.